പ്രിയപ്പെട്ടവരെ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കേരളവും കടക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിഗ് ഇലക്ഷൻ ബ്രേക്കിംഗ്. നാളെ വൈകുന്നേരം രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരും. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ദില്ലിയിൽ മാധ്യമങ്ങളെ കാണുന്നു. നാളെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ പാർട്ടികളുടെ മുന്നണികളുടെ യോഗം നിശ്ചയിച്ചിരിക്കുകയാണല്ലേ? അരുൺകുമാർ, നാളെ വൈകുന്നേരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ചേരും. വൈകിട്ട് 3 മണിക്കാണ് യോഗം ചേരാൻ സാധ്യത. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഗേൽക്കറിന്റെ നേതൃത്വത്തിലായിരിക്കും യോഗം ചേരുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങൾ, അങ്ങോട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണത്തോടെ നടപ്പിലാക്കേണ്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അത് വിശദീകരിക്കുക. പിന്നീട് പുതിയ ചട്ടങ്ങൾ, ചില ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, അതടക്കം വിശദീകരിക്കും. നിലവിൽ ഏതാണ്ട് 30,000-ഓളം പോളിംഗ് ബൂത്തുകളാണ് സംസ്ഥാനത്ത് ഉള്ളത്. ആ 30,000-ലേറെ പോളിംഗ് ബൂത്തുകളിൽ എല്ലായിടത്തും CCTV ക്യാമറകൾ സ്ഥാപിക്കും. കഴിഞ്ഞ തവണ 80% പോളിംഗ് ബൂത്തുകളിൽ മാത്രമായിരുന്നു CCTV ക്യാമറകൾ ഉണ്ടാവുക. ഇതിന്റെ കൺട്രോൾ റൂം അത് തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്ത് ഉണ്ടാകും. അത് നിരീക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. അങ്ങനെ എല്ലാ കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിന്റെ തുടർച്ചയായിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ എല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് വിശദീകരിക്കും. മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ കൂടിയായിരിക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേരുക. തൊട്ടു പിന്നാലെ തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം കൂടി ചേരും. നിലവിൽ എല്ലാം സജ്ജമാണെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ജില്ലാ ഓഫീസർമാർ, ജില്ലാ കളക്ടർമാർക്ക് ഏകദിന പരിശീലനം സംഘടിപ്പിച്ചിരുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അങ്ങനെ നാളെ ഇന്ന് പ്രഖ്യാപനം കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ ഈ ബോർഡറുകളിൽ പരിശോധന തുടങ്ങാനുള്ള ഉത്തരവ് പുറത്തിറങ്ങും. അങ്ങനെ ഉദ്യോഗസ്ഥന്മാരുടെ നിയമനം 1-2 ദിവസത്തിനകം തന്നെ വരും. അങ്ങനെ അടുത്ത നടപടിക്രമങ്ങൾ വേഗത്തിൽ നടത്താനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനം ഇന്നു മുതൽ അങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക. താങ്ക് യു റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ആ തീയതി വന്നിരിക്കുന്നു, അംഗം കുറിച്ചിരിക്കുകയാണ്.